ആദ്യം നിന്റെ കരുണ ആരംഭിക്കേണ്ടത്, എൻ്റെ കരുണ ആരംഭിക്കേണ്ടത് എവിടെയാ? എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് കരുണ ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്ന വൈദികൻ ഇവിടെ നിന്ന് കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ള അച്ഛന്മാരുടെയും കൂട്ടുകാരുടെയും ശുശ്രൂഷകരുടെ നടുവിൽ ഈ കരുണയില്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ വചനം കേട്ടു, തിരിച്ച് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ഭാര്യയുടെ മുമ്പിൽ ഒരല്പം കരുണ കാണിച്ചില്ലെങ്കിൽ, ചേട്ടോ ദേ ഉറങ്ങല്ല, ഇത് കേട്ടോ, ഇത് കേട്ടിട്ട് ഉറങ്ങിക്കോ. ഭാര്യയുടെ മുമ്പിൽ ഒരു തരി കരുണ കാണിച്ചില്ലെങ്കിൽ, ദേ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു തരി കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണം? ഈശോ കൃത്യമായിട്ട് വചനത്തിൽ പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 19. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം സ്വന്തം വീട്ടിൽ നീ കരുണ കാണിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഗോ ഹോം ടു യുവർ ഫ്രണ്ട്സ്. അവരോട് പോയി പറയണം, നിന്റെ വീട്ടിൽ ചെന്ന് പറയണം, കർത്താവ് നിന്നോട് കരുണ കാണിച്ചതിനെ കുറിച്ച് മറ്റുള്ളവരോട് പഠിപ്പിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വചനം പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അതെ, നമ്മുടെ സ്വഭാവത്തിൽ ഈ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ, അത് കഴിഞ്ഞ് എങ്ങോട്ടാണെന്നറിയോ? അയൽവാസികൾക്ക് നമ്മൾ കരുണ കൊടുക്കണം. അയൽപക്കത്തുള്ളവർക്ക്, നെയ്ബേഴ്സിന് നമ്മൾ കരുണ കൊടുക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 33, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ചോദിക്കുകയാണ് ഈശോ വ്യക്തമായിട്ട് നിന്നോടും ചോദിക്കുക, നിന്നോട് ഞാൻ കരുണ കാണിച്ചതുപോലെ നീ മറ്റുള്ളവരോടും കരുണ കാണിക്കണ്ടേ? വലതുകരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ, അപ്പൊ 2 മേഖലകളിൽ, ഒന്ന് നമ്മുടെ വീട്ടിൽ, മറ്റൊന്ന് അയൽപക്ക ബന്ധങ്ങളിൽ നമ്മൾ ഈ കരുണ കൊടുക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ കരുണ കൊടുക്കണം. വെറുതെ നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പള്ളിയിൽ പറഞ്ഞ് മാത്രം തീർന്നാൽ പോരാ, മറിച്ച് നമ്മുടെ സ്വഭാവത്തിലുണ്ടാവണം.